വീണ്ടും തുടങ്ങുകയാണ്. പിന്നെ ഈ സ്റ്റോറിക്ക് കൂടുതൽ നെഗറ്റീവ് വരുന്നത് മീൻസ് എനിക്ക് സത്യത്തിൽ സന്തോഷമാണ് കേട്ടോ. കാരണം ഒരു സ്റ്റോറി നമ്മുടെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ആ സ്റ്റോറിക്ക് ഏറ്റവും കൂടുതൽ മോശം കമൻസ് അല്ലെങ്കിൽ അതായത് ആ ക്യാരക്ടറിനോട് നമുക്ക് തോന്നുന്ന ഒരു വെറുപ്പുണ്ടല്ലോ, അതാണ് നമ്മളെ കൊണ്ട് ഈ മോശം കമൻസ് ഇടാൻ പ്രേരിപ്പിക്കുന്നത്. അതെൻ്റെ ഒരു വിജയമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് വർഷയോട് ഇത്രയും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ഡീപ്പായിട്ട് ആ ക്യാരക്ടറിനെ നിങ്ങളുടെ മനസ്സിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും നിങ്ങൾ ആ ഒരു ക്യാരക്ടറിനെ വെറുക്കുന്നത്. പിന്നെ സന്തോഷമുണ്ട് കേട്ടോ എനിക്ക്. എനിക്ക് മനസ്സിലാവും നമ്മൾ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പം. ഞാൻ ഇങ്ങനെ ക്രൂഷ്യലി ആയിട്ടുള്ള കഥകളൊക്കെ പൊതുവെ അങ്ങനെ എഴുതാറില്ല. പൊതുവെ ഫീൽ ഗുഡ് കഥകളാണ് ഞാൻ എഴുതുന്നത്. ഇത്തിരി ട്രാക്ക് മാറ്റി ഒന്ന് നോക്കിയതാണ്. ഒരു വില്ലത്തി നായികയൊക്കെ എനിക്കും പറ്റുമോ എന്ന് അറിയണമല്ലോ. ഇതുവരെ എൻ്റെ ഒരു കഥയിലും വില്ലനോ വില്ലത്തിയോ ഒന്നും അത്ര വലുതായിട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കും അങ്ങനെ പറ്റുമോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വർഷേനെ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും ഒരിക്കലും തിന്മ വിജയം കൈവരിക്കില്ല, അങ്ങനെയാണല്ലോ ഒരു പ്രകൃതി സത്യം. ആ ഒരു ഇതിൽ നമുക്ക് മുൻപോട്ട് പോകാം. പിന്നെ നിങ്ങൾ കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാനിതിൽ കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചേരുക. അങ്ങനെയാകുമ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ വാട്സപ്പ് ചാനൽ വഴി നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അതിലൊന്ന് നിങ്ങൾ ചേരുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. കഥയിലേക്ക് പോവാം. എൻ്റെ മനസ്സ് പറയുന്നു ഈ വിവാഹ ജീവിതം ഒരുപാട് കാലമൊന്നും നീണ്ടു നിൽക്കുന്നതല്ലെന്ന്. അത് പറഞ്ഞുകൊണ്ട് അവർ കണ്ണുനീര് തുടച്ചു. ഏതായാലും കല്യാണം കഴിഞ്ഞു. അവൾ ഇനി നമ്മുടെ വീട്ടിലെ കുട്ടിയാണ്. നമ്മുടെ ഭാഗത്തു നിന്നും അവളെ വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. അമ്മ ഇങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ വിഷമിച്ചിരുന്ന എങ്ങനെയാ ശരിയാവുന്നത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വിഷ്ണുവിനെ വിധിച്ചിരുന്നത് വർഷയായിരുന്നു. അങ്ങനെ കരുതിയാൽ മതി. ബിന്ദുജ പറഞ്ഞപ്പോൾ സൗദാമിനി ഒന്നും പറഞ്ഞില്ല. അവരുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. കുളി കഴിഞ്ഞ് മുറിയിലേക്ക് എത്തിയ വർഷ നിലക്കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്നൊന്ന് നോക്കി. കഴുത്തിൽ നല്ല വീതിയുള്ളൊരു മാല കിടപ്പുണ്ട്. ഇതാണ് വിഷ്ണുവേട്ടൻ ഇട്ടത്. ഇത് 5 പവൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവൾ പെട്ടെന്ന് മാല കഴുത്തിൽ നിന്ന് ഒരു കയ്യിലൊന്ന് തൂക്കി നോക്കി. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല കട്ടിയുണ്ട്. അവളുടെ മുഖം തെളിഞ്ഞു. ഇന്ന് വരെ 1/2 പവന് മുകളിലുള്ള മാല ഇടുന്നത് ഒരിക്കൽ ആദർശേട്ടനോട് പറഞ്ഞ 1 പവൻ്റെ മാല വാങ്ങിയപ്പോഴാണ്. അതിനുശേഷം ഇത് ആദ്യമായാണ് ഇത്രയും കട്ടിയുള്ള മാലയൊക്കെ ഉപയോഗിക്കുന്നത്. അവൾ അത് കഴുത്തിലേക്ക് തന്നെ ഇട്ടു. ശേഷം മഞ്ഞച്ചരടിൽ ചേർന്ന് കിടക്കുന്ന വലിയ താലി എടുത്തു നോക്കി. അതിൽ വിഷ്ണു എന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ആദർശ എന്ന വളയുടെ കാര്യം അവൾ ഓർത്തത്. കയ്യിലേക്ക് നോക്കി. 1.5 പവനെങ്കിലും വരുന്നൊരു കാപ്പ് വളയാണ്. കുറച്ചു മുൻപ് വിവാഹ ദിവസം തന്നെ ആദർശിനോടൊപ്പം പോവേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിരുന്നു. എന്നാൽ ആ വിഷമം മാറ്റാൻ ഈ വളയ്ക്ക് സാധിച്ചു എന്ന സന്തോഷത്തോടെ അവൾ ആ വളയിലേക്ക് നോക്കി ചിന്തിച്ചു. ശേഷം വിഷ്ണുവിൻ്റെ കബോർഡൊന്ന് തുറന്നു നോക്കി. അതിൽ അവൻ്റെ സാധനങ്ങൾ മാത്രമാണ് ഉള്ളത്. അത് മുഴുവനായി നോക്കി. പിന്നെ തൻ്റെ അലമാരിയും തുറന്നു നോക്കി. തനിക്ക് വേണ്ടി എന്തൊക്കെയാണ് വാങ്ങി വച്ചിരിക്കുന്നത് എന്ന് കാണണമല്ലോ. അങ്ങനെ തൻ്റെ അലമാരി തുറന്നപ്പോൾ തനിക്ക് ആവശ്യമുള്ള ക്രീമുകളടക്കം എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വല്ലാതെ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു അവൾക്ക്. ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ചിപ്പുറത്തായി ഒരു കൃഷിത്തോട്ടം കാണാം. അവിടെ വാഴയും മറ്റും കൃഷി ചെയ്തിട്ടുണ്ട്. കുറച്ച് പച്ചക്കറികളുമുണ്ട്. അത് അവരുടെ തന്നെ തോട്ടമാണെന്ന് തോന്നുന്നു. ഇപ്പുറത്തെ വശത്തേക്ക് നോക്കുമ്പോൾ ഒരു വീടിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. കുറച്ചുകൂടി വ്യക്തമായി നോക്കിയപ്പോഴാണ് അത് അനൂപിൻ്റെ വീടാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വീട്ടിലെ ഒരു ജനലോരമാണ് കാണാൻ സാധിക്കുന്നത്. അവൾ അവിടെ നിന്ന് മുറിയിലേക്ക് കയറി. അപ്പോഴേക്കും വാതിൽ ഒരു കൊട്ട് കേട്ടിരുന്നു. അവൾ പെട്ടെന്ന് പോയി മുറി തുറന്നു. നോക്കിയപ്പോൾ ബിന്ദുജയാണ്. വർഷ കുളിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും പോകാൻ നിൽക്കുകയാണ്. താൻ റെഡിയായെങ്കിൽ തന്നെ കൂടി ഒന്ന് വിളിച്ചുകൊണ്ട് വരാമെന്ന് കരുതി. വിഷ്ണു അവൻ്റെ ഏതോ കൂട്ടുകാരുടെ കൂടെ പുറത്താ. ഞാൻ കുളി കഴിഞ്ഞു ചേച്ചി, ഇപ്പോൾ വരാം. അവൾ ഉള്ളിലേക്ക് കയറി. ഷോള് കൂടി എടുത്തിട്ടതിന് ശേഷം ബിന്ദുജി അനുഗമിച്ച് താഴേക്ക് ചെന്നു. ബന്ധുക്കളിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അവരെയൊക്കെ കണ്ട് വളരെ സ്നേഹത്തോടെ തന്നെയാണ് വർഷ സംസാരിച്ചത്. എല്ലാവരോടും ഇടപെടാൻ നല്ല പെണ്ണാണ് വർഷ എന്ന് ഇതിനോടകം തന്നെ ഒരു അഭിപ്രായം എല്ലാവരിൽ നിന്നും ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും വർഷയുടെ നന്മകളെപ്പറ്റി പറയുമ്പോഴും എന്തുകൊണ്ടോ സൗദാമിനിക്ക് അവളോട് വല്ലാത്തൊരു നീരസം തോന്നി. അവരുടെ മുഖത്തും അത് പ്രതിഫലിച്ചിരുന്നു. വർഷ അത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഈ തള്ളയുടെ മുഖം ഇങ്ങനെ കുത്തി വീർത്തിരിക്കുന്നത് എന്താണെന്ന് അവൾ മനസ്സിലൊന്ന് ചിന്തിച്ചു. കുറച്ചധികം ആളുകൾ ഒതുങ്ങിയപ്പോൾ വിധിയുടെ വീട്ടുകാരും ബിന്ദുജിയുടെ വീട്ടുകാരും മാത്രമായി. ബിന്ദുജിയുടെ മക്കളുമായൊക്കെ വർഷ നല്ല അടുപ്പത്തിലായി. അപ്പോഴേക്കും എല്ലാവർക്കും ചായ ഇട്ടുകൊണ്ട് സന്ധ്യ വന്നിരുന്നു. അനൂപിൻ്റെ അമ്മയാണെന്ന് നിശ്ചയത്തിൻ്റെ ദിവസം തന്നെ വർഷ മനസ്സിലാക്കിയതാണ്.
അവിടുത്തെ കാര്യങ്ങളിലൊക്കെ സന്ധ്യയ്ക്കും ഒരു പ്രത്യേക അധികാരമുണ്ട്. അതൊന്നും വർഷയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ അവൾ അതിൽ അനിഷ്ടം കാണിക്കാനും പോയില്ല. വന്നു കയറിയപ്പോൾ തന്നെ അനിഷ്ടം കാണിക്കുന്നത് ശരിയല്ലല്ലോ. ഭാമ എവിടെ സന്ധ്യാമ്മേ? ചായയുടെ കപ്പെടുത്തുകൊണ്ട് വിന്ദുജ ചോദിച്ചു. വീട്ടിലുണ്ട്. അവൾക്ക് തലവേദനയോ തലകറക്കമോ ഒക്കെ ആണെന്ന് പറഞ്ഞു. സന്ധ്യ പറഞ്ഞപ്പോൾ പെട്ടെന്ന് വർഷ തലപൊക്കി ഒന്ന് നോക്കി. ഭാമ എന്ന പേര് കേട്ടപ്പോൾ നോക്കാതിരിക്കാൻ എന്തുകൊണ്ടോ വർഷയ്ക്ക് സാധിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ അവൾക്ക് അങ്ങനെയൊക്കെ. ആശുപത്രി കൊണ്ടുപോയി കാണിക്കണം. ഞാൻ പറയാം അവളോട്. അല്ലെങ്കിൽ നാളെ ഞാനും കൂടി അവളുടെ കൂടെ ആശുപത്രിയിൽ പോകാം. വിദ്യ പറഞ്ഞപ്പോൾ അവളുടെ കാര്യത്തിൽ എന്ത് കരുതലാണ് ഇവിടെയുള്ളവർക്കെന്നാണ് വർഷ ചിന്തിച്ചത്. വർഷ, വിഷ്ണുവിന്റെ വിളി കേട്ടുകൊണ്ടാണ് വർഷ തിരിഞ്ഞു നോക്കിയത്. ഗൾഫിൽ നിന്ന് വന്ന തൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒന്ന് വായു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ ചിരിയോടെ അവനെ അനുഗമിച്ചുകൊണ്ട് നടന്നു. വിഷ്ണു നേരെ ചെന്ന് പുറത്ത് സുഹൃത്തുക്കളുടെ വലയത്തിലേക്ക് വർഷയെ കൂടി എത്തിച്ചു. പെങ്ങളെ, ഇവൻ ഞങ്ങളുടെ കൂട്ടുകാരനായതുകൊണ്ട് പറയുന്നതല്ല. ഞങ്ങളുടെ റൂമിൽ ഇത്രയും പാവം പിടിച്ചൊരു ചെറുക്കൻ വേറെ ഉണ്ടായിരുന്നില്ല. കുടിക്കില്ല, വലിക്കില്ല, ഒരു പരിപാടിക്കും പോവില്ല. മിസ്റ്റർ ക്ലീൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഇമേജ് ആയിരുന്നു പുള്ളിക്ക്. കൂട്ടത്തിൽ അല്പം പ്രായം തോന്നിക്കുന്ന ഒരാൾ പറഞ്ഞപ്പോൾ വർഷയൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. തൻ്റെ പേരെന്താ? കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അവളെ ആകമാനം ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. വർഷ. അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു. എങ്കിലും അയാളുടെ മുഖത്ത് എന്തൊക്കെയോ സംശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. എല്ലാവരോടും ചിരിയോടെ തന്നെയാണ് വർഷ സംസാരിച്ചത്. വിഷ്ണു അവരെ യാത്രയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും വർഷ അകത്തേക്ക് പോയിരുന്നു. അവിടെ അയൽവക്കത്തുള്ള കുറച്ച് അധികം ആളുകളും കുറച്ച് ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. വിദ്യയുടെയും വിദുജയുടെയും ഒക്കെ ബന്ധുക്കളെ ഇതിനോടകം തന്നെ വർഷ പരിചയപ്പെട്ട് കഴിഞ്ഞിരുന്നു. നിന്റെ മുഖം എന്താടാ വല്ലാതിരിക്കുന്നത്? വിഷ്ണു വരുണിനോടായി ചോദിച്ചു. ഒന്നുമില്ലടാ, ചിരിയോടെ മറുപടി പറഞ്ഞു. നിന്റെ നാട്ടിലെ നമ്പർ എനിക്കൊന്ന് പറഞ്ഞു തന്നേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാലോ. ഞാൻ ഏതായാലും ഒരു 2-3 ആഴ്ചയും കൂടി നാട്ടിൽ കാണും. വരുൺ പറഞ്ഞപ്പോൾ തൻ്റെ പുതിയ നമ്പർ വിഷ്ണു പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നിന്റെ വൈഫ് ഹൗസ് എവിടെയാണെന്നാ പറഞ്ഞത്? വരുൺ ചോദിച്ചു. പുത്തൂര്. കൊട്ടാരക്കര ഭാഗമാണോ? വരുൺ ചോദിച്ചപ്പോൾ വിഷ്ണു അതേന്ന് പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. എങ്കിലും അവൻ ചിരിയോടെ തന്നെ വിഷ്ണുവിന് കൈ കൊടുത്തു. എന്തെങ്കിലും കാര്യത്തിനല്ലാതെ പ്രത്യേകിച്ച് സംസാരമൊന്നും സൗദാമിനിയിൽ നിന്നും തന്നോട് ഉണ്ടാവുന്നില്ലെന്ന് അറിഞ്ഞതും വർഷയ്ക്ക് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഉടനെ തന്നെ എൻ്റെ തനി സ്വഭാവം തള്ളി എടുപ്പിക്കുമെന്ന് തോന്നുന്നു എന്നാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത്. എങ്കിലും ചിരിയോട് തന്നെയാണ് അവൾ നിന്നത്. വൈകിട്ട് വർഷയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരില്ലേ? അതിനു മുൻപ് ചെറുതായിട്ടൊന്ന് റെഡി ആവണ്ടേ? വിദ്യയുടെ ഒരു കൂട്ടുകാരി ബ്യൂട്ടീഷ്യൻ ഉണ്ട്. അവരിപ്പോൾ വരും. അതിനു മുൻപ് ലൈറ്റായിട്ട് വല്ലതും കഴിക്കണമെങ്കിൽ കഴിച്ചു. പിന്നൊന്നും കഴിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. വർഷയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ബിന്ദുജ. അത് ശരിയാ ചേച്ചി, ഞാൻ രാവിലെ പോലും ഒന്നും കഴിച്ചില്ല. നല്ല വിശപ്പുണ്ട്. എങ്കിൽ പിന്നെ ഫുഡ് കഴിക്കുക, ഞാൻ എടുത്തിട്ട് വരാം. 2 പാലപ്പവും കുറച്ച് ചിക്കൻ കുറുമയും എടുത്തുകൊണ്ട് അവളുടെ കയ്യിലേക്ക് കൊടുത്തിരുന്നു ബിന്ദുജ. അത് കണ്ടപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമാണ് വർഷയ്ക്ക് തോന്നിയത്. ഉച്ചയ്ക്ക് സദ്യ കാര്യമായി കഴിക്കാൻ സാധിച്ചിരുന്നില്ല. ഫോട്ടോഗ്രാഫർ അനുവദിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം. രാവിലെ മുതൽ വിശന്നു നിൽക്കുകയാണ്. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൗദാമിനി അവിടേക്ക് വന്നത്. വിദ്യ, വിച്ചു എവിടെ? അവനെ കൂടി വിളിക്ക്. രാവിലെ പോലും ഒരു വക കഴിക്കാതെ നടക്കുന്നവൻ. അവൻ്റെ കാര്യത്തിൽ എനിക്കെങ്കിലും ശ്രദ്ധ വേണ്ടേ? വർഷയൊന്ന് നോക്കിയാണ് സൗദാമിനി അത് പറഞ്ഞത്. വിഷ്ണുവിനെ വിളിക്കാതെ ഭക്ഷണം കഴിക്കാൻ അവൾ ഇരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായി വർഷയ്ക്ക് മനസ്സിലായിരുന്നു. താനും അത് ഓർത്തില്ല. ഈ വീട്ടിൽ വരുമ്പോൾ ആദ്യമായി വിഷ്ണുവിൻ്റെ ഒപ്പമല്ലേ ഭക്ഷണം കഴിക്കേണ്ടത്? നന്നായി വിശന്നു പോയതുകൊണ്ടാണത് ഓർക്കാഞ്ഞത്. ആദ്യം തന്നെ ഒരു കല്ലുകടി ആയല്ലോ എന്ന് ആ നിമിഷം അവൾ മനസ്സിലോർത്തു. ഞാൻ അവനെ വിളിച്ചതായിരുന്നമ്മേ. അവനിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ മറുപടിയും പറഞ്ഞു ബിന്ദുജ. അത് കേട്ടപ്പോൾ ചെറിയൊരാശ്വാസം തോന്നി വർഷയ്ക്ക്. അവന് പിന്നെ പ്രത്യേകിച്ച് മേക്കപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് കഴിച്ചാലും കുഴപ്പമില്ല. വർഷയ്ക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ നേരത്തെ കൊടുത്തത്. ബിന്ദുജ അവളുടെ പക്ഷം പറഞ്ഞു. അത് വർഷയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ സൗദാമിനി അത് ശ്രദ്ധിച്ചു പോലുമില്ലെന്ന് വർഷയ്ക്ക് തോന്നി. അവർ സന്ധ്യയുടെ അടുത്തേക്ക് ചെന്ന് എന്തോ വർത്തമാനം പറയുകയാണ്. അവരുടെ രീതികളൊക്കെ കണ്ടപ്പോൾ കാല് മടക്കി തൊഴിക്കാനാണ് വർഷയ്ക്ക് തോന്നിയത്. പക്ഷെ അവിടെ സംയമനം പാലിച്ചു. ഇക്കണ്ട സൗകര്യങ്ങൾ മുഴുവൻ ആദ്യത്തെ ദിവസം തന്നെ നശിപ്പിക്കാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വിഷ്ണു ഫോൺ വിളിക്കുമ്പോഴൊക്കെ എപ്പോഴും സംസാരിക്കുന്നത് അമ്മയെക്കുറിച്ചും അമ്മയുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചുമാണ്. അമ്മ അവൻ എത്ര പ്രിയപ്പെട്ടതാണെന്ന് അവൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം തന്നെ അവരെ പിണക്കേണ്ടെന്ന് അവൾ കരുതി. ഇനി തൻ്റെ കയ്യിൽ കിട്ടുമല്ലോ. ഇതിനെല്ലാം കൂടി ചേർത്ത് പ്രതികാരം ചെയ്യാമെന്ന് അവൾ മനസ്സിൽ കുറിച്ചിട്ടു. എടി, പണ്ട് നമ്മുടെ തരുണിന് ഒരു പെങ്കൊച്ചുമായിട്ട് ഇഷ്ടമില്ലായിരുന്നോ? കൊട്ടാരക്കരയുള്ള. അവളുടെ ഫോട്ടോ നിന്റെ ഫോണിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കിയേ. ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണേ. വരുൺ ഫോൺ എടുത്ത് ഭാര്യയെ വിളിച്ച് പറഞ്ഞു. മറുപുറത്തു നിന്നും അയച്ചു തരാമെന്ന മറുപടിയും വന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഫോണിൽ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. വരുണ മെസ്സേജ് ഓപ്പൺ ചെയ്തു. അതൊരു ഇമേജ് ആയിരുന്നു. അത് ഡൗൺലോഡ് ആവുന്നത് വരെ വല്ലാത്തൊരു അസ്വസ്ഥത അവനിൽ നിറഞ്ഞു. അത് ഡൗൺലോഡായി സൂം ചെയ്ത സമയത്ത് അവൻ്റെ മുഖത്തൊരു ഞെട്ടൽ അനുഭവപ്പെട്ടു.
തൻ്റെ അനുജൻ്റെ ഒപ്പം അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം. ഇപ്പോൾ കാണുന്ന അത്രയും വണ്ണമില്ലെന്നേ ഉള്ളൂ. മുഖവും ചിരിയും എല്ലാം ഒന്നു തന്നെ. അതെ, അവൾ തന്നെ, തൻ്റെ അനുജൻ്റെ മരണത്തിന് കാരണക്കാരിയായവൾ. ആ ഫോട്ടോയിലേക്ക് നോക്കുന്തോറും വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു വരുണിന്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്താണ് കൊട്ടാരക്കരയുള്ള ഒരു പെൺകുട്ടിയുമായി തരുണിന് ബന്ധമുണ്ടെന്ന് അറിയുന്നത്. അച്ഛനോടും അമ്മയോടും പറയാൻ അവന് പേടിയായിരുന്നു. ആ ഇഷ്ടം തന്നോട് മാത്രമാണ് അവൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതായിരുന്നു അവളെ. അവളെ കാണുവാൻ വേണ്ടി 2-3 തവണ അവൻ കൊട്ടാരക്കരയിൽ പോയിട്ടുമുണ്ട്. താനത് തൻ്റെ ഭാര്യയോടും പറഞ്ഞു. അവൾ ഇടയ്ക്ക് ആ പെൺകുട്ടിയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. കോഴ്സ് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ആലോചിക്കാമെന്നായിരുന്നു തരുൺ അവൾക്ക് ഉറപ്പ് കൊടുത്തത്. എന്നാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായി. അവൾ തരുണിനെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞു. അവളുമായി പിരിഞ്ഞതിൻ്റെ വേദനയിൽ വല്ലാതെ കുടിച്ച് ഒരിക്കൽ ബൈക്ക് ഓടിച്ചതാണ് തരുൺ. പിന്നെ അവൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയെന്നാണ് അറിയുന്നത്. 15 ദിവസമാണ് ICUവിൽ കിടന്നത്. ആ സമയത്ത് അവൻ എങ്ങനെയുണ്ടെന്ന് പോലും അവളൊന്ന് വിളിച്ചു ചോദിച്ചില്ല എന്ന് ഭാര്യയായ പൂജ പറഞ്ഞത് വരുൺ ഓർത്തു. അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ദുഃഖത്തിലാണ് അന്നവൻ മദ്യപിച്ചതും ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചതും. 15 ദിവസത്തിനു ശേഷം അവൻ്റെ നിശ്ചലമായ ശരീരം കാണുവാൻ ഗൾഫിൽ നിന്നും എത്തിയ ദിവസത്തെക്കുറിച്ച് വരുൺ ഓർത്തു. അന്ന് തനിക്ക് പണം തന്ന് സഹായിച്ചത് വിഷ്ണുവാണ്. തിരികെ വന്ന തന്നെ ആശ്വസിപ്പിച്ചതും അവനായിരുന്നു. എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ അവൻ റൂമിലിരുന്ന് ജോലിക്ക് പോലും പോവാതെ തന്നെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവനോടും ഒരു പെൺകുട്ടിയോടുമായുള്ള പ്രണയമാണ് തരുണിൻ്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ പെൺകുട്ടി തന്നെ ഇന്ന് അവൻ്റെ ഭാര്യയായി വന്നിരിക്കുന്നു. താൻ എങ്ങനെയാണ് അവളാണ് ഇവളെന്ന് അവനോട് പറയുന്നത്? എല്ലാത്തിലും ഉപരി തരുണിൻ്റെ സുഹൃത്തുക്കളിൽ പലരും പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും തരുണും ആ പെൺകുട്ടിയും ഒന്നു ചേർന്നവരാണെന്നും അതുതന്നെയായിരുന്നു അവളെ പിരിയാനുള്ള അവൻ്റെ ഏറ്റവും വലിയ വേദനയെന്നുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വിഷ്ണു ചതിക്കപ്പെടുകയല്ലേ എന്ന് ഒരു നിമിഷം വരുൺ ഓർത്തു. എങ്ങനെയാണ് താനിത് അവനോട് പറയുന്നത്? വിവാഹ ദിവസം തന്നെ അവൻ്റെ ഭാര്യയെപ്പറ്റി താൻ മോശമായി പറഞ്ഞാൽ അവനത് വിശ്വസിക്കുമോ? പറയാതിരിക്കാനും തനിക്ക് സാധിക്കില്ല. വിഷ്ണു പല സാഹചര്യങ്ങളിലും തന്നെ സഹായിച്ചിട്ടുള്ളവനാണ്. അവനെ അറിഞ്ഞുകൊണ്ടൊരു ചതിയിലേക്ക് പറഞ്ഞു വിടാൻ തനിക്ക് കഴിയുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു വരുൺ. അവസാനം അവൻ പൂജയുടെ ഫോണിലേക്ക് വിളിച്ചു. സംഭവങ്ങളെല്ലാം പൂജയോട് പറഞ്ഞു. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. എല്ലാം കഴിഞ്ഞിട്ട് 2-3 വർഷമായില്ലേ? എങ്കിലും നമ്മുടെ തരുൺ മരിക്കാൻ കാരണക്കാരിയായവളല്ലേ? അവൾ വിഷ്ണുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മുടെ വിഷ്ണുവിനോട് പറയണ്ടേ? വിഷ്ണുവും വർഷയും തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണോ? പൂജ ചോദിച്ചു. ഹേയ് അല്ല, അവനങ്ങനെ പ്രേമവിവാഹത്തിനൊന്നും നിന്നു കൊടുക്കില്ലല്ലോ. അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചതാണ്. എങ്കിൽ പിന്നെ അവളെക്കുറിച്ച് അവരെല്ലാം അന്വേഷിച്ചിട്ടുണ്ടാവും. എന്നിട്ട് തന്നെയായിരിക്കും വിവാഹം നടത്തിയത്. വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ്. അത് നിങ്ങളായിട്ട് കളയാൻ നിൽക്കണ്ട. നിങ്ങളായിട്ടൊന്നും പറയണ്ട. ഒരു പെണ്ണിൻ്റെ ജീവിതമല്ലേ, നമ്മളായിട്ട് കളഞ്ഞൂന്ന് വേണ്ട. നമ്മളോട് അവൾ ചെയ്തതിന് ദൈവം അവൾക്ക് കൊടുത്തോളും. ദൈവം ഇതൊന്നും കാണാതിരിക്കുന്നു അല്ലല്ലോ. ദുഷ്ടനെ പന പോലെ വളർത്തു എന്നല്ലേ പറയുന്നത്. എന്നിട്ട് ഒറ്റ തട്ട് തട്ടു. എടി, നീ പറയുന്നത് പോലെയല്ല ഞാനും വിഷ്ണുവും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞ അവനെ ചതിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. വരുണേട്ടാ, ചിലപ്പോൾ വിഷ്ണു എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവളെ വിവാഹം കഴിക്കുന്നതെങ്കിൽ അടുത്ത സുഹൃത്തിനെ മനോഹരമായ ഒരു ജീവിതം ദിവസവും നശിപ്പിക്കാൻ ചെന്ന ഒരാളായിട്ടേ വരുണേട്ടനെ വിഷ്ണു കാണുകയുള്ളൂ. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് വലിയൊരു ഉലച്ചിലും തട്ടും. എന്തിനാ വെറുതെ നമ്മളായിട്ട് ഒന്നും പറയാൻ പോകണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. അവൾ ചെയ്ത് കർമ്മത്തിനുള്ള ശിക്ഷ എന്നാണെങ്കിലും കിട്ടും. പൂജ പറഞ്ഞപ്പോൾ വരുൺ പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നീട് എന്തോ ആ പരിപാടിയിൽ ഓരോ നിമിഷങ്ങളും അവൻ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് തിരക്കുണ്ടെന്ന് വിഷ്ണുവിനോട് പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിരുന്നു. വീട്ടിൽ നിന്നും എല്ലാവരും വരുന്നത് കൊണ്ട് ബ്യൂട്ടീഷ്യൻ വർഷയെ ഒരുക്കുകയായിരുന്നു. ഒരുക്കമെല്ലാം കഴിഞ്ഞ് അവൾ മുറിയിൽ വന്നു. ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വിഷ്ണു മുറിയിലേക്ക് കയറി വന്നത്. വിഷ്ണുവേട്ടനെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. അതും പറഞ്ഞ് അവൾ ഓടി വന്ന് പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചാഞ്ഞു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ ഒന്ന് അമ്പരന്ന് പോയിരുന്നു. തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.